അങ്ങനെ കാസർഗോഡും വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ്. നമ്മളിപ്പോ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലാ ഒരുപാട് ആളുകൾ ഇപ്പൊ പടക്കം പൊട്ടിക്കാനൊക്കെ ഉള്ള ആ ഒരുക്കത്തിലാണ്. പടക്കം പൊട്ടിക്കാൻ തിരക്കിലാന്ന് തോന്നുന്നല്ലേ? ഏതൊക്കെയാ പടക്കം ഉള്ളത്? കുറച്ച് പൂത്തിരി കമ്പിത്തിരി അങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പൊ ഒരുപാട് നമ്മൾ വെറൈറ്റി പേരുകൾ തമ്മിലുള്ള പടക്കങ്ങളുണ്ട്. മാർക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പടക്കങ്ങളുണ്ട്. ഏതാ വാങ്ങിയത്? നമ്മ അങ്ങനത്തൊന്നും വാങ്ങിച്ചിട്ടില്ല, ചെറിയ ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളൂ. അതെ, രാത്രി പടക്കം പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ രാത്രി തുടങ്ങി. ഈ കാസർഗോഡ് എങ്ങനെയാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് എങ്ങനെയാണ് പടക്കം പൊട്ടിക്കാനൊക്കെ ഭയങ്കരമാണ്? ഭയങ്കര ഇപ്പൊ കൂടുതലാ വിഷുവിനല്ല തുടങ്ങിയത്, അല്ലെങ്കിൽ കുറച്ച് കുറവാ. ദീപാവലി അങ്ങനത്തെ ആഘോഷങ്ങൾക്കാണ് കൂടുതൽ. കാസർഗോഡ് ജില്ലയും വിഷു ആഘോഷത്തിന്റെ തിരക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാസർഗോട്ടെ ഒരു വീട്ടിലാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണുന്ന ഒരുപാട് ആളുകൾ, വീട്ടിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വിഷു ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ അടിപൊളി വിഷുവാണ്. അമ്പലങ്ങളിൽ പോയി, രാവിലെ അമ്പലങ്ങൾ പോയി, പിന്നെ വീട് സന്ദർശനങ്ങളാണ്. ഇപ്പോൾ എല്ലാ ചങ്ങായിമാരെല്ലാം ഒന്നിച്ചുകൂടി വീട് സന്ദർശനം, അതിനപ്പുറം ഒന്നിച്ചുകൂടി ഭക്ഷണം. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിഷു ആഘോഷമാണ് നമ്മളെ ഈ നാട്ടിൽ നടക്കുന്നത്. എല്ലാം നടന്നു, എല്ലാം രാവിലെ നടന്നു, എല്ലാം അടിപൊളിയായി നടന്നു രാവിലെ തന്നെ. വീട്ടിൽ തന്നെയായിരുന്നു കണി. കണി എല്ലാവരും വീട്ടിൽ തന്നെ. രാവിലെ എല്ലാവരും അമ്പലത്തിൽ പോകും. പിന്നെ ഒന്നിച്ചുകൂടി നമ്മളൊരു വ്യായാമ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് നല്ല രീതിയിൽ ഒരു കണി കാണുന്ന ഇന്നലെ രാത്രി തന്നെ അതിനുള്ള സെറ്റപ്പ് നടന്നു. നല്ല രീതിയിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ എല്ലാവരും ആഘോഷത്തിൽ അടിച്ചു പൊളിക്കുന്നുണ്ട്. അത് തന്നെയാണ് എല്ലാവർക്കും വലിയ ആഘോഷം തന്നെ. ചേട്ടാ, ക്ലബിന്റെ വിഷു ഒന്നുമില്ല, ആഘോഷങ്ങളൊന്നും? രാവിലെ ഉണ്ടായിരുന്നു, ആടെ കണി കണ്ടു, അതാണ് ഇത്ര തന്നെ. പിന്നെ വൈകിട്ടുണ്ട് പടക്കം പൊട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞൾ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വിഷു കഴിഞ്ഞിട്ട് കൊടുത്തോ അല്ലെങ്കിൽ കിട്ടിയോ? മേടിച്ചു, കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല, അതെന്താ? അതങ്ങനെ നമ്മളെപ്പോൾ അങ്ങനെ മേടിക്കുന്നത് മാത്രം. വിഷു സദ്യ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, നല്ല സദ്യയായിരുന്നു. ഇവിടെ നിന്ന് കഴിച്ചത് എല്ലാവരും വീട്ടിലെന്നായിരുന്നു. പയർ പായസം. എനിക്ക് തോന്നുന്നു അധികം പയറാണോ? പാൽ പായസം എല്ലാം വെക്കുന്ന കുറവാണ്, പയർ അങ്ങനെ വെക്കും. അടിപൊളി വിഷു. പടക്കൊക്കെ പൊട്ടിച്ചാ? രാത്രി അതിന്റെ പണികളൊക്കെ തുടങ്ങിയോ? ഇന്നലെ സ്റ്റാർട്ടാക്കി, രാത്രി കണിന്റെ സെറ്റപ്പ് അല്ല, ഇന്നലെ രാത്രി കണിയെല്ലാം വെച്ചു. കണി വെക്കുമ്പോ എന്തൊക്കെയാണ് നമ്മൾ കണി വെക്കുന്നത്? കണി നാട്ടിൽ കിട്ടുന്നതിന്റെ സാധനങ്ങള്, എന്ത് സാധനം? ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം വെക്കും. പൊന്നപ്പൂ അതെല്ലാം വെക്കും. ഒന്നിച്ച് കൃഷ്ണനും അതാണ് മെയിൻ. അടിപൊളിയല്ലേ? വിഷു കഴിയാനായല്ല, നല്ല മഴ വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്. അതൊരു ആഘോഷല്ലേ, തകർക്കും. എങ്ങനെയും കാസർഗോഡ് തകർക്കുന്നല്ലേ. വിഷുവിന്റെ കൂടെ തന്നെ ഒരു ആഘോഷമാണ് കാറ്റും മഴയും. പിന്നെ അതും വേണം, എല്ലാം ഒന്നിച്ചു കൂടിയാലല്ലേ അതൊരു സന്തോഷത്തിലെ ഒരു സംഭ്രമാവും. അപ്പൊ അത് തന്നെയാണ് കാസർഗോട്ടെയും വിശേഷം. പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ സദ്യയുണ്ടും എല്ലാവരും വിഷു ആഘോഷിക്കുന്നു. വിഷുവിന് തിരക്ക് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.